അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കിയാൽ ഇത് നമ്മളുടെ പണ്ടത്തെ RTPയിലും അതുപോലെ തന്നെ പഴയ CA ഫൈനലിൻ്റെ ഓൾഡ് സിലബസിലും ഇപ്പോൾ ഉള്ള സിലബസിലും ഒക്കെ കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ചെറുതായിട്ട് പേരൊക്കെ ഒന്ന് മാറ്റി പ്രസൻറ്റേഷൻ ഒന്ന് മാറ്റിയിട്ടേക്കുന്നതാണ്. ബാക്കി സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ സ്ഥിരം ക്ലാസ് ചെയ്യിപ്പിച്ചിരുന്നതാണ്. ഓക്കെ, ആ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഓക്കെ, സോ വെൽ ആൻഡ് വെയർ ലിമിറ്റഡ് ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർ പോളിസ്റ്റർ, നൈലോൺ രണ്ട് മെയിൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മെയിൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ ഫൈബർ എന്ന് പറഞ്ഞൊരു ബൈ പ്രോഡക്റ്റും വരുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവർ പറയുന്ന ഇതാണ്. റോ മെറ്റീരിയൽ 3.5 ലക്ഷം, വേജസ് 1,60,000, ഫിക്സഡ് ഓവർഹെഡ് 1,20,000, വേരിയബിൾ ഓവർഹെഡ് 60,000. ഇതാണ് നമ്മളുടെ കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ഇനി ഇത്രയും കോസ്റ്റ് വന്നപ്പോൾ പോളിസ്റ്റർ 12,500, നൈലോൺ 10,000, ഫൈബർ 3,200 ഇത്രയും യൂണിറ്റ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ക്ലോസിങ്ങിൽ നമുക്ക് പോളിസ്റ്ററിൻ്റെ 1,600 യൂണിറ്റും നൈലോണിൻ്റെ 400 യൂണിറ്റുമാണ് അവിടെ ക്ലോസിങ് ഇൻവെൻറ്ററി ഉള്ളത്. ഇനി ക്വസ്റ്റ്യനിൽ അവർ പറയുന്ന അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത് ആവറേജ് മാർക്കറ്റ് പ്രൈസ് പോളിസ്റ്ററിന് 100ഉം നൈലോണിന് 60ഉമാണ്. ഓക്കെ, ഇതാണ് അവരുടെ പ്രൈസിൻ്റെ ബ്രേക്കപ്പ് ഉള്ളത്. ഇനി അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റ് ഫൈബർ സെല്ല് ചെയ്യുന്നത് 40 എന്ന് പറയുന്ന പ്രൈസിലാണ്. അപ്പോൾ ആ ബൈ പ്രോഡക്റ്റ് സെല്ല് ചെയ്തപ്പോൾ ഏതോ രീതിയിൽ അവർ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തപ്പം ദർ ഇസ് എ പ്രോഫിറ്റ് ഓഫ് 8,000 ഓൺ സെയിൽ ഓഫ് ബൈ പ്രോഡക്റ്റ് ആഫ്റ്റർ ഇൻകറിങ് സെപ്പറേറ്റ് പ്രോസസ്സിംഗ് ചാർജസ് ഓഫ് 10,000 ആൻഡ് പാക്കിംഗ് ചാർജസ് ഓഫ് 9,000. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിതാണ് ബൈ പ്രോഡക്റ്റിൻ്റെ കേസിൽ ഏതോ രീതിയിൽ അവർ അലോക്കേറ്റ് ചെയ്തപ്പോഴാണ് ഈ 8,000 എന്ന് പറയുന്ന സംഭവം പ്രോഫിറ്റിൻ്റെ കാര്യം പറയുന്നത്. സോ ദിസ് പ്രോഫിറ്റ് വാല്യൂ ദിസ് ഇസ് ഇർറെലവൻറ്റ് ഫോർ അസ്. ബാക്കിയുള്ള സംഭവങ്ങളെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, കാരണം കോസ്റ്റ് അലോക്കേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ്. അപ്പോൾ അവിടെ ബൈ പ്രോഡക്റ്റിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റാൻഡേർഡിൽ പറയുന്ന അനുസരിച്ച് ചെയ്തിട്ടേ നമ്മൾ പ്രോഫിറ്റോ ലോസോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അല്ലാതെ ഇവിടെ തന്നേക്കുന്ന ആ പ്രോഫിറ്റിൻ്റെ എലമെൻറ്റിന് ആ പ്രോഫിറ്റ് വാല്യൂവിന് ദർ ഇസ് നോ റെലവൻസ് അറ്റ് ഓൾ. ആൻഡ് ഇതൊന്നും കൂടാതെ ഒരു സ്ക്രാപ്പ് അതിൻ്റെ സെയിലിൽ നിന്ന് 5,000ഉം റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കി, നമ്മളുടെ ഒറ്റ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ അവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും? പോളിസ്റ്റർ കിട്ടും, നൈലോൺ കിട്ടും, അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫൈബർ കിട്ടും. ഇത് രണ്ടും മെയിൻ പ്രോഡക്ട്സ് ആണ്, ഇത് ബൈ പ്രോഡക്റ്റ് ആണ്. ഇത് കൂടാതെ സ്ക്രാപ്പും കിട്ടും. ഇങ്ങനെ ഒറ്റ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്ന് തന്നെ എന്തൊക്കെ കിട്ടും? നമുക്ക് 2 മെയിൻ പ്രോഡക്റ്റ്, ഒരു ബൈ പ്രോഡക്റ്റ്, ഒരു സ്ക്രാപ്പ്. ഇനി ബൈ പ്രോഡക്റ്റ് സ്ക്രാപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി ഇറ്റ് വിൽ ബി ഇമ്മെറ്റീരിയൽ ഇൻ നേച്ചർ ആൻഡ് എന്ത് ചെയ്യും? ഇതിൻ്റെ NRV ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഫ്രം ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മെയിൻ പ്രൊഡക്ട്സ്. ഇതാണ് നമ്മൾ ഏതിൽ പഠിച്ചിട്ടുള്ളത്? നമ്മളുടെ ബൈ പ്രൊഡക്റ്റ് സ്ക്രാപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ പഠിച്ചിട്ടുള്ളത്. ഇനി മെയിൻ പ്രോഡക്റ്റ് ആണെങ്കിൽ 2 പ്രോഡക്റ്റ് മെയിൻ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ കോസ്റ്റിനെ റേഷണൽ ആൻഡ് കൺസിസ്റ്റൻറ്റ് ബേസിസിൽ അലോക്കേറ്റ് ചെയ്യണം. സെയിൽ വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അല്ലെ മാർക്കറ്റ് വാല്യൂ അറ്റ് സെപ്പറേഷൻ ആയിരിക്കും മോസ്റ്റ് റേഷണൽ മെത്തേഡ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണ് വാല്യൂ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി ഓഫ് പോളിസ്റ്റർ ആൻഡ് നൈലോൺ? ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് നൈലോണിൻ്റെയും പോളിസ്റ്ററിൻ്റെയും ക്ലോസിങ്ങിൽ എത്ര യൂണിറ്റ് ഉണ്ടെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ വാല്യുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ജോയിൻ കോസ്റ്റിൻ്റെ അലോക്കേഷൻ എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പോൾ അലോക്കേഷൻ നമ്മൾ നടത്തണം. അപ്പോൾ ജോയിൻ കോസ്റ്റ് അലോക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മളുടെ ജോയിൻ കോസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം. പ്രൊഡക്ഷൻ നടന്നപ്പം ജോയിൻലി ഇൻകർ ചെയ്ത കോസ്റ്റ് എത്രയാണെന്ന് അറിയണം. ആ ജോയിൻ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പം NRV ഓഫ് ബൈ പ്രൊഡക്റ്റ് സ്ക്രാപ്പും ഒക്കെ കുറയ്ക്കേണ്ടതാണ്. അതിൽ സ്ക്രാപ്പിൻ്റെ NRV ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അപ്പോൾ ജോയിൻ കോസ്റ്റ് എത്രയാണെന്ന് ഉള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് NRV ഓഫ് ബൈ പ്രൊഡക്റ്റ് ഫൈബർ എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റിൻ്റെ NRV ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജോയിൻ കോസ്റ്റ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ പ്രോസസ് ഫ്ലോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം വി നീഡ് ടു കമ്പ്യൂട്ട് ദി NRV ഓഫ് ബൈ പ്രൊഡക്റ്റ്, ദെൻ വി നീഡ് ടു കമ്പ്യൂട്ട് വാട്ട് ഈസ് ദി ജോയിൻ കോസ്റ്റ്,
then you need to allocate the joint cost and compute the per unit cost, and then you go with the valuation. Okay ആണോ? ക്ലിയർ ആണോ? ഇതായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടാകുക. ഫസ്റ്റ് നമ്മൾ NRV ഓഫ് ബൈ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും, അതുകൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ ജോയിൻറ്റ് കോസ്റ്റിനെ ഓരോ പ്രോഡക്റ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കും. ദെൻ വി വിൽ ഡു ദി വാല്യുവേഷൻ. ഓക്കെ ആണോ? ക്ലിയർ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് സിറ്റുവേഷൻ എന്ന് നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 14 അങ്ങനെയാ 50, ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, May 2024 എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്? വർക്കിംഗ് നോട്ട് നമ്പർ 1, നെറ്റ് റിയലൈസബിൾ വാല്യൂ ബ്രാക്കറ്റിൽ NRV ഓഫ് നമ്മളുടെ ഫൈബർ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫൈബറിൻ്റെ NRV കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫൈബറിൻ്റെ സ്പെല്ലിങ് അത് തന്നെയല്ലേ, ഫൈബർ. ഓക്കെ, അപ്പോൾ ഫൈബറിൻ്റെ NRV കാണാൻ വേണ്ടി പെർട്ടിക്കുലേഴ്സ് റുപ്പീസ് ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുകയാണ്. പെർട്ടിക്കുലേഴ്സ് റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഫൈബറിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം അതിൻ്റെ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വന്ന് എത്രയാണെന്ന് നോക്കുവാണ്. ഫൈബർ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു? 3200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ഫൈബർ നമ്മൾ 3200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം 3200 യൂണിറ്റ്സ് ഇൻറ്റു ഒരു യൂണിറ്റിന് എത്ര വെച്ച് വിറ്റപ്പോൾ കിട്ടി? 40 രൂപ വെച്ച് വിറ്റപ്പോൾ കിട്ടി. സോ റുപ്പീസ് 40 പെർ യൂണിറ്റ് വിറ്റപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ 3200 ഇൻറ്റു 40 1,28,000 അതിൻ്റെ എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ്. ലെസ് അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് ആയിട്ട് സെപ്പറേറ്റ് പ്രോസസ്സിംഗ് എക്സ്പെൻസ് ആയിട്ട് 10,000. പ്രോസസ്സിംഗ് എക്സ്പെൻസസ് നമുക്ക് 10,000 വന്നിട്ടുണ്ട്, അത് കുറയ്ക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് കോസ്റ്റും വരുന്നുണ്ട്? വി ആർ ഹാവിങ് പാക്കിംഗ് ചാർജ് 9,000. പാക്കിംഗ് ചാർജസ് 9,000 കുറച്ചപ്പോൾ നമുക്ക് എത്ര വന്നു? നമ്മളുടെ NRV ഓഫ് ഫൈബർ എത്ര വന്നു? നമുക്ക് 19,000 കുറച്ചപ്പോൾ ബാക്കി 1,09,000 വന്നു. ഇനി നമ്മൾ ഇവിടെ പ്രൊവിഷൻ ഒന്ന് എഴുതുവാണ്. നോട്ട് AS2 states that by product, scrap, etc. are usually immaterial in nature and its NRV is reduced from the cost of production of main products. ഓക്കെ ആണോ? ഈ പറയുന്ന ബൈ പ്രോഡക്റ്റ് സ്ക്രാപ്പ് ഒക്കെ യൂഷ്വലി ഇമ്മെറ്റീരിയൽ നേച്ചറാണ്. അപ്പോൾ അതിൻ്റെ NRV കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് കുറയ്ക്കണം എന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് മെൻഷൻ ചെയ്തു. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് വർക്കിംഗ്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത് വർക്കിംഗ് നോട്ട് നമ്പർ 2 നോക്കിക്കേ. നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ജോയിൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ടേബിളിൻ്റെ മാറ്റമൊന്നുമില്ല. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആ ഒരു നോർമൽ ടേബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് കുറേ കോസ്റ്റ് കോമ്പോണൻറ്റ്സ് ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നോക്കിയേ, അവിടെ നമ്മളുടെ മെറ്റീരിയൽ കോസ്റ്റ് 3,50,000 ഉണ്ട്. മെറ്റീരിയൽ കോസ്റ്റ് 3,50,000. പിന്നെ നമുക്ക് നോക്കിയേ വേജസ് പെയ്ഡ് 1,60,000 ഉണ്ട്. വേജസ് പെയ്ഡ് 1,60,000. ഇനി നമ്മളോട് പറയുന്ന ഫിക്സഡ് ഓവർഹെഡ് 1,20,000 ഉണ്ട്. ഫിക്സഡ് ഓവർഹെഡ് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അസ്യൂം ദാറ്റ് നോ ലോവർ പ്രൊഡക്ഷൻ. ഓക്കെ, ലോവർ പ്രൊഡക്ഷനെ മൊത്തം നമുക്കിതവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ലോവർ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലയെന്ന് അസ്യൂം ചെയ്തു. ഫിക്സഡ് ഓവർഹെഡ്. ഇനി വേരിയബിൾ ഓവർഹെഡ് നമ്മൾ നോക്കിയാൽ അതിൻ്റെ എമൗണ്ട് ആയിട്ട് 60,000. അങ്ങനെ നമ്മുടെ ടോട്ടൽ വാല്യൂ 3,00,000
50,000 plus 1,60,000 plus 1,20,000 plus 60,000 6,90,000 ആണ്. ഓക്കെ ആണോ? ടോട്ടൽ വാല്യൂ 6,90,000 ആണ്. From that we will be reducing NRV of fiber, working note number 1 ൽ കണ്ടുപിടിച്ചത്. ഓക്കെ, NRV of fiber 1,09,000 രൂപയുണ്ട്. ഓക്കെ, so we are reducing that, and we are also reducing the NRV of scrap. സ്ക്രാപ്പ് വിറ്റിട്ട് നമുക്ക് എത്ര കിട്ടി? സ്ക്രാപ്പ് വിറ്റിട്ട് നമുക്ക് we got 5,000 rupees. ഓക്കെ, അപ്പോൾ 5,000 rupees സ്ക്രാപ്പ് വിറ്റിട്ടും കിട്ടി. അങ്ങനെ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മെയിൻ പ്രൊഡക്ട്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. മെയിൻ പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുകയാണ്. 6,90,000 നിന്ന് 1,09,000 പോയി, 5 പോയി, 5,76,000 ആണ് ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? everyone? ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ സിറ്റുവേഷൻ, നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വർക്കിംഗ് നോട്ട് നമ്പർ 3 ആയിട്ട്, ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ 3 ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സംഭവം. ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ 3 നമ്മൾ അലോക്കേഷൻ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്, allocation of joint cost and cost per unit. ഓക്കെ, കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഈ അലോക്കേഷൻ ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം എഴുതുവാണ് ആസ് പെർ AS2 ദി ജോയിൻറ്റ് കോസ്റ്റ് ടു ബി അലോക്കേറ്റഡ് ടു മെയിൻ പ്രൊഡക്ട്സ്, that is joint products, on a rational and consistent basis. Okay, the sale value at split off point is considered as most rational method and is being used. സെയിൽ വാല്യൂ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ അറ്റ് സെപ്പറേഷൻ ആണ് ഏറ്റവും ലോജിക്കൽ മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ബീയിങ് യൂസ്ഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പെർട്ടിക്കുലേഴ്സ് നമ്മളുടെ 2 പ്രോഡക്റ്റാണുള്ളത്. ഒന്ന് പോളിസ്റ്റർ, പോളിയസ്റ്റർ, അടുത്ത നൈലോൺ NYLON. ഓക്കെ, ഇതാണ് നമ്മളുടെ 2 പ്രോഡക്ട്സ്. പോളിസ്റ്റർ, നൈലോൺ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് നമ്മൾ നോക്കിയാൽ പോളിസ്റ്റർ 12,500 യൂണിറ്റ്സ് ഉണ്ട്, നൈലോൺ 10,000 യൂണിറ്റ്സും ഉണ്ട്. ഇതാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇനി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മൾ നോക്കിയാൽ എത്രയൊക്കെ വെച്ചാൽ 100 60 ആണ്. ഇവിടെ ₹100, ₹60. അങ്ങനെയെങ്കിൽ ടോട്ടൽ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 12,500 × 100 ഇറ്റ് ഈസ് ₹12,50,000. ഇനി 10,000 × 60 ദാറ്റ് ഈസ് എത്രയാണ്? 6 lakh rupees, 6 lakhs. ഇതാണ് നമ്മളുടേത് ടോട്ടൽ സെയിൽ വാല്യൂ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ റേഷ്യോ ഓഫ് അലോക്കേഷൻ എന്ന് പറയുന്നത് 25:12 ആയിരിക്കും. ശരിയല്ലേ? റേഷ്യോ ഓഫ് അലോക്കേഷൻ വിൽ ബി 25:12 അല്ലെ? സിംപ്ലിഫൈ ചെയ്താൽ അതിൻ്റെ ഫാക്ടറായിട്ട് കിട്ടുക 25:12 അല്ലേ? റൈറ്റ്? അല്ലെങ്കിൽ ആ വാല്യൂ നിന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. 25:12. അങ്ങനെയാണെങ്കിൽ അലോക്കേറ്റഡ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുക, നമ്മളുടെ ജോയിൻറ്റ് കോസ്റ്റ് ആയിട്ട് 5,76,000 ഉണ്ട്. അത് ഈ 25:12 റേഷ്യോയിൽ നമ്മൾ വീതിക്കും.
അപ്പോൾ 5,76,000 ഡിവൈഡഡ് ബൈ 37, ഓക്കെ, 37 ഇൻറ്റു 25 നമ്മൾ റുപ്പീസ് 3,89,189 പോളിസ്റ്ററിലേക്ക് എടുക്കും. ബാക്കി 12 റുപ്പീസ് 1,86,811 നമ്മൾ നമ്മളുടെ നൈലോണിലേക്കും എടുക്കും. അങ്ങനെയെങ്കിൽ കോസ്റ്റ് പെർ കെ ജി അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കിയാൽ, ഈ അലോക്കേറ്റഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് നോക്കിയാൽ, ഓക്കെ, 3,89,189 ഡിവൈഡഡ് ബൈ 12,500, ഒരു യൂണിറ്റിന് റുപ്പീസ് 31.136 ആണ് ഇവിടെ വാല്യൂ വരിക. ഇവിടെയോ 1,86,811 ഇൻറ്റു ഡിവൈഡഡ് ബൈ 10,000 യൂണിറ്റ്, ദാറ്റ് ഈസ് റുപ്പീസ് 18.681. ഓക്കെ, ഇതായിരിക്കും കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് വരിക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റൈറ്റ്. ഇനി നമുക്ക് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി ആണ്. ഓക്കെ, വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി, വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററീസ്. വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് ഇൻവെൻറ്ററി വരുമ്പോൾ നമ്മളുടേതാ ഈ കെമിക്കൽ എക്സ്, റോ മെറ്റീരിയൽ വൈ, അത് ചെയ്ത അതേ ഫോർമാറ്റ് തന്നെ നമുക്ക് ഇവിടെയും വേണം. കാരണം ഇതാ നമുക്കിവിടെ NRV ആയിട്ട് ഇതിനെയും കമ്പയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, NRV ആയിട്ട് ഈ സംഭവങ്ങളെയും കമ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ കോസ്റ്റ് NRV കമ്പാരിസൺ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വരാം? നമുക്ക് പോളി എസ്റ്റർ വരാം, നൈലോൺ വരാം. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് 31.136. ഓക്കെ, ഞാൻ എന്താ ഇവിടെ ഇത് റുപ്പിയിലാണ് എന്നുള്ളത് ഇവിടെ ഹെഡിങ്ങിൽ കൊടുക്കുവാണ്. NRVയും റുപ്പിയിലാണ് എന്നുള്ളത് ഹെഡിങ്ങിൽ കൊടുക്കുവാണ്. വാല്യൂ പെർ യൂണിറ്റും ഇതാ റുപ്പിയിലാണ്. വാല്യൂ ഓഫ് ഇൻവെൻറ്ററീസും അത് റുപ്പിയിലാണ്. സോ നമ്മൾ റുപ്പി വാല്യൂ ആണെന്നുള്ളതും കൊടുത്തു. ഇനി നൈലോണിൻ്റെ 18.1681 നമ്മളുടെ കോസ്റ്റ് ഉള്ളത്. NRV നോക്കിയ രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇവിടെ പോളിസ്റ്റർ 100-ന് വിൽക്കാം, നൈലോൺ 60-ക്ക് വിൽക്കാം. അപ്പോൾ NRV ഈസ് മച്ച് ഹയർ. സോ 31.136 ആണ് വാല്യൂ, 18.681 ആണ് ഇവിടെ വാല്യൂ. ഇങ്ങനത്തെ എത്ര യൂണിറ്റ്സ് ഒക്കെ ഉണ്ട്? ഇവിടെ 1600 യൂണിറ്റ്, ഇവിടെ 400 യൂണിറ്റ് അല്ലേ? 400 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര വരും? 31.136 ഇൻറ്റു 1600 എത്ര വരും? 49,818. ഇനി 400 ഇൻറ്റു 18.681 7,472. അങ്ങനെ ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെൻട്രി നമുക്ക് എത്ര കാണും? 57,290 കാണും. ദിസ് വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ?